ഫ്രാൻസിസ് പാപ്പയുടെ 45-ാം അപ്പസ്തോലിക യാത്രയുടെ സമാപനത്തിനു ശേഷവും പാപ്പയുടെ ചരിത്ര സന്ദർശനത്തിന്റെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. സിംഗപ്പൂരിലെ യാത്രയിൽ പാപ്പയ്ക്ക് വിശ്രമമൊരുക്കിയ സെയിന്റ് ഫ്രാൻസിസ് സേവിയർ റിട്രീറ്റ് സെന്ററാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇടം നേടുന്നത്. ആർഭാടങ്ങളൊന്നുമില്ലാതെ തികച്ചും ലളിതവും പരിമിതവുമായ സൗകര്യങ്ങളും മാത്രമുള്ള ഈ കൊച്ചു റിട്രീറ്റ് സെന്റർ പാപ്പ തിരഞ്ഞെടുത്തതിന്റെ കാരണങ്ങളിലേക്കാണ് എല്ലാവരും കണ്ണോടിക്കുന്നത്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് പാപ്പയ്ക്ക് അപ്പസ്തോലിക യാത്രാവേളയിൽ ഒരു നിർബന്ധമുണ്ടായിരുന്നു. തന്റെ വരവിന് മുന്നോടിയായി വിപുലമായ ഒരുക്കങ്ങളോ വലിയ നവീകരണ പ്രവർത്തനങ്ങളോ നടത്തരുതെന്നതായിരുന്നു അത്. ആ ആഹ്വാനം ഫ്രാൻസിസ് സേവിയർ റിട്രീറ്റ് സെന്റർ അധികാരികൾ കൃത്യമായി പാലിച്ചു. ലാളിത്യം ഏറെ ഇഷ്ടപ്പെടുന്ന പാപ്പയ്ക്ക് ഒരു കാലത്ത് സെമിനാരി ആയിരുന്ന ഈ കൊച്ചു റിട്രീറ്റ് സെന്റർ വളരെയധികം ഇഷ്ടപ്പെട്ടിരിക്കണം. മാത്രമല്ല, വീൽചെയറിൽ സഞ്ചരിക്കുന്ന 87-കാരനായ ഫ്രാൻസിസ് പാപ്പയ്ക്ക് റാമ്പ് സൗകര്യമുള്ള ഈ സെമിനാരി സഞ്ചാര സ്വാതന്ത്ര്യത്തിനും ഉത്തമമായിരുന്നു. റിട്രീറ്റ് സെന്ററിന്റെ മീറ്റിംഗ് റൂമാണ് പാപ്പയുടെ മുറിയായി ഒരുക്കിയത്. മുറിയിൽ ഉപയോഗിച്ചിരുന്ന കബോർഡും ഫ്രിഡ്ജും സിംഗപ്പൂരിലെ ഒരു കത്തോലിക്ക കമ്മ്യൂണിറ്റിയിൽ നിന്ന് പാപ്പയുടെ ഉപയോഗത്തിനായി സ്വീകരിച്ചതായിരുന്നു. പിന്നീട് അവ തിരിച്ചു നൽകി. ശുചിമുറിയിൽ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി 1-2 ഹാൻഡിൽ ബാറുകൾ ഘടിപ്പിച്ചു എന്നതൊഴിച്ചാൽ മറ്റ് നവീകരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്തിയിരുന്നില്ല. പാപ്പയുടെ സന്ദർശകർക്കായി ഒരു ചെറിയ സ്വീകരണ മുറിയും പാപ്പയ്ക്കും കൂടെയുള്ളവർക്കായും ഒരു പ്രാർത്ഥനാ മുറിയും സജ്ജീകരിച്ചിരുന്നു. സെമിനാരിയിലെ സ്ക്വാഷ് റൂമാണ് പ്രാർത്ഥനാ മുറിയായി പിന്നീട് പരിവർത്തനപ്പെടുത്തിയത്. അതേസമയം ആവശ്യങ്ങളോ നിർബന്ധങ്ങളോ ഒന്നുമില്ലാതിരുന്ന പാപ്പ ഒരാഗ്രഹം പ്രകടിപ്പിച്ചതായി റിട്രീറ്റ് സെന്റർ പ്രോപ്പർട്ടി മാനേജർ ഹെലൻസിയ പറഞ്ഞു. അത് മറ്റൊന്നുമല്ലായിരുന്നു. പാപ്പയ്ക്ക് ഐസ്ക്രീം ഇഷ്ടമായിരുന്നു. അതിനാൽ ഒരു ഫ്രിഡ്ജ് വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പരിശുദ്ധ പിതാവ് തങ്ങളോട് ആകെ ആവശ്യപ്പെട്ടത് അത് മാത്രമായിരുന്നുവെന്നും ഹെലൻസിയ കൂട്ടിച്ചേർത്തു. റിട്രീറ്റ് സെന്ററിൽ വെച്ച് പാപ്പ ഉപയോഗിച്ച കുർബാന കുപ്പായങ്ങളും പുസ്തകങ്ങളും സൂക്ഷിക്കുവാനാണ് സിംഗപ്പൂർ അതിരൂപത തീരുമാനിച്ചിരിക്കുന്നത്. 87 വയസ്സുള്ള പാപ്പ തന്റെ അപ്പസ്തോലിക യാത്രയിലുടനീളം സ്വീകരിച്ച ലാളിത്യ മനോഭാവം ആഗോള കത്തോലിക്ക സഭയ്ക്ക് മുഴുവൻ മാതൃകയാവുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.